യാക്കൂബ് നബി അലൈഹിസ്സലാം. ഒരു ദിവസം മകനും യാക്കൂബ് നബി അലൈഹിസ്സലാമും വീട്ടിൽ നിന്ന് ഒട്ടകത്തിന്റെ മാംസം കഴിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് വിശക്കുന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ മാംസത്തിന്റെ വാസന കേട്ട് ഈ ജാരിയത്തായ പെണ്ണ് സങ്കടപ്പെട്ടു ഉമ്മാമയോട് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോ ഉമ്മാമ വിഷമിച്ച് കരഞ്ഞുപോയി. പക്ഷെ ഇത് യാക്കൂബ് നബി അലൈഹിസ്സലാം അറിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അയൽവാസികളുടെ സംഭവം അന്വേഷിച്ചില്ലല്ലോ. അറിയാതെയാണെങ്കിലും വന്നുപോയ ആ ഒരു പ്രശ്നത്തിന്റെ കാരണമാണ് അവസാനം അവിടുത്തെ ജീവിതത്തിലുണ്ടായ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കഴിച്ചുകൂട്ടി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയനായത് ഈ അയൽവാസിയോട് കാട്ടിയ ഈ അറിവില്ലാത്തതിന്റെ പേരിലാണെങ്കിലും ഈ കാട്ടിയ ചെറിയൊരു കാരണം കൊണ്ടാണെന്ന് വലിയ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചെങ്കിൽ എന്റെ ഉമ്മമാര് ചിന്തിക്കണം. നമ്മുടെ അയൽപക്ക ബന്ധം നാം ദൃഢമാക്കണം. നല്ല രീതിയിൽ അയൽവാസികളോട് പെരുമാറണം. അതുപോലെ നാട്ടുകാരോടും നല്ല രീതിയിൽ പെരുമാറണം.